നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മാറി മറിഞ്ഞ് നമുക്കെതിരെ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് അങ്ങ് എല്ലാം അവസാനിപ്പിച്ചേക്കാന്നുള്ള ചിന്ത. നമ്മൾ പലയിടത്തും വാർത്തകളിൽ കേൾക്കാറില്ലേ, വീട്ടിലുള്ള പിന്നെ ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ കുട്ടികളുമായിട്ട് പോയി ജീവൻ എടുക്കുന്നവരുടെയൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പം ഞാൻ പറഞ്ഞ അവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ എപ്പോഴും ഉണ്ട്. എപ്പോഴും നിങ്ങൾ ഓർത്തോ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ ഈസി ആയിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഈസി ആണല്ലോ പെട്ടെന്നല്ല അവസാനിപ്പിക്കാൻ. മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ സ്ട്രഗിൾ അനുഭവിക്കാൻ പറ്റാത്തടത്താണ് നമ്മൾ ഈസി ആയിട്ടുള്ളത് നോക്കുന്നത്. ചിലർ പറയാറുണ്ട്, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ആ വിഷമത്തിൽ നിന്ന് മറികടക്കാനാണ് അവൻ ഇങ്ങനെ നശിച്ചു പോകുന്നതെന്ന്. അവന് വേണമെങ്കിൽ അധ്വാനിക്കാം. ഇവൻ രാത്രിയിൽ ഇപ്പോൾ ഒരു പയ്യൻ വീട്ടിലെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മറ്റു ലഹരികൾ തേടി നടക്കുന്ന സമയത്ത് അവന് വേണേ ഒരു തട്ടുകടയിൽ പോയി ജോലി ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് പഠിക്കാം, പഠിച്ചിട്ട് ജോലി വാങ്ങാം. ഇല്ലെങ്കിൽ അത് ആ ഒരു ജോലി കൊണ്ട് തന്നെ അവനക്ക് കാശ് സമ്പാദിക്കാം. അത് ചെയ്യില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്നതാ ഉള്ളത്, എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മളെല്ലാം മതിമറന്ന് മയങ്ങി കിടക്കുക എന്നുള്ളതാണ് ചിലർ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആരാ തോക്കുന്നത്? നമുക്ക് ചുറ്റും എല്ലാം അനുകൂലമായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ ശരിയാകൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നിട ഏറ്റവും തോക്കാൻ പോകുന്ന ആൾക്കാരുടെ ചിന്തയാണത്. എൻ്റെ വീട്ടിൽ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അപ്പോൾ എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ, എൻ്റെ വീട്ടിൽ ഇത്രയേ ഉള്ളെങ്കിൽ ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഈ നമുക്ക് ചുറ്റുമുള്ള മൊത്തം ആൾക്കാരുടെ തലച്ചോറ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ തലച്ചോറെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ളതൊക്കെ എനിക്ക് ശരിയായിട്ട് വരണം, എല്ലാവരും എന്നെ മനസ്സിലാക്കി എൻ്റെ മനസ്സിലും തലച്ചോറിലും ഓടുന്ന കാര്യങ്ങൾ അവർ പിന്നെ ചിന്തിച്ചെടുക്കണം എന്നും ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. നമുക്ക് ചുറ്റും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും സിറ്റുവേഷനുകൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് കാണുന്നവർക്ക് നമ്മളോട് ഇഷ്ടമായിരിക്കും, നാളെ അവരെതിരെ വീണ്ടും അവർക്ക് നമ്മളോട് ഇഷ്ടമായിരിക്കും. ഇതും നോക്കിയിരുന്ന അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. നമ്മൾ മുമ്പോട്ട് കുതിച്ചു പോകണം. നമ്മളൊരു വഴിക്ക് നടന്നു പോവുക. ഇപ്പറ പൂക്കളുള്ള ഒരു സ്ഥലമുണ്ട്, അപ്പുറ ഈ പറഞ്ഞ ഗൊക്കയുണ്ട്, ഇപ്പം എന്നാ ഈ ഗൊക്കയിലൊക്കെ ചാടിയേക്കാം എന്ന് ചിന്തിക്കുന്നതാണോ, അതോ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ആസ്വദിച്ചൊന്ന് കടന്നു പോയേക്കാം എന്ന് ചിന്തിക്കുന്നതാണോ നല്ലത്? ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ചവറ്റുകൂനയുണ്ട്, അവിടെ ആ മണവും സഹിച്ച് നിൽക്കുക, അവിടുന്ന് കുറച്ച് വേസ്റ്റ് കോരിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ആ ചവറ്റുകൂനയിൽ നിന്ന് മാറി നടന്നു പോകുന്നതാണോ നല്ലത്? നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളെ പരീക്ഷിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങൾ ആരും ഇട്ട് തരുന്നില്ല. നമുക്ക് എപ്പോഴും ഒരു ചലഞ്ച് വരുമ്പം അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ചുകൾ നേരിടുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ ലൈഫിൽ പിന്നെ സുഖമാ ജീവിതം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ആ പരീക്ഷയ്ക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ മൊത്തം പരീക്ഷണമായിരുന്നു ജനിച്ചപ്പം മുതൽ. അത് നമ്മുടെ തന്നെ പരാജയമാണ്. ആദ്യമേ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പതുക്കെ ഒരു അറിവ് വെച്ച് വരുന്ന പ്രായത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അതിനെ മറികടന്ന് നമ്മളിലെ സ്ട്രെങ്ത് നമ്മൾ കണ്ടെത്താതെ നമ്മൾ വീണ്ടും അയ്യോ എനിക്ക് ദുഃഖമാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നാവാം എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ജീവിതം ഒരു ഗെയിമാണെങ്കിൽ ആ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ ഒരു ലൂപ്പ് ഹോള് നമുക്ക് ഇട്ടുതരുമോ, അതേതാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നിടത്താണ് വിജയം. അല്ലാതെ എന്നെ അങ്ങ് പരീക്ഷിക്കുവാണ്, എനിക്ക് വയ്യേ, അയ്യോ ഞാൻ തളർന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ദൈവത്തിന്റെ ചോട്ടിൽ പോയിരുന്നിട്ട് കരഞ്ഞു മോങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പ്രത്യക്ഷപ്പെട്ട് മറ്റേ സീരിയലിലൊക്കെ കാണുന്ന ഇങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഒന്നും നടക്കുകയില്ല. നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കാൻ പഠിക്കണം. അതിനാണ് ദൈവം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഇട്ട് തരുന്നത്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പിന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം സെൽഫ് ലവ് ഇല്ലാത്തടത്താണ്. നമുക്ക് നമ്മളോടൊരു വിലയില്ലേ, മറ്റുള്ളവർ അംഗീകരിച്ചാലേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞെന്ന് കൂട്ടിയാൽ മതി. നമുക്ക് നമ്മളോടൊരു റെസ്പെക്ട്, ഈ കൊണ്ട് നടക്കുന്ന ഈ ശരീരം, ഈ സോള, ഈ തലച്ചോറ്, ഇതിനോട് നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരത്തിനെയും ഈ മനസ്സിനെയും ഈ തലച്ചോറിനെയും കുഴപ്പത്തിലാക്കരുത്. കാരണം നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സ്, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആത്മാവ്, ഇതൊക്കെ നശിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി, ഒരു വാക്കിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ സ്ട്രഗിൾ ചെയ്യരുത്. അതുകൊണ്ട് ഇനി എപ്പം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാലും ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കൂ, രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിലൊന്ന് നിങ്ങൾ എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന ഒന്നായിരിക്കും, ഒന്ന് നിങ്ങൾ എന്നേക്കുമായിട്ട് രക്ഷപ്പെടുന്നതായിരിക്കും. പക്ഷേ ഈ ആദ്യത്തെ ഓപ്ഷൻ ഭയങ്കര ഈസി ആയിരിക്കും, അന്ന് ചെയ്തേക്കാമെന്ന് വിചാരിക്കില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയായി വരാൻ വേണ്ടി ഒരു 2-3 വർഷമൊക്കെ എടുക്കും. ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. ആ ഒരു 2-3 വർഷം കഴിഞ്ഞ് നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പം നമ്മൾ അന്നെടുത്ത് എത്ര നല്ല ഡിസിഷൻ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ.